ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വസയ്യിദിൽ മുർസലീൻ നബിയന മുഹമ്മദ് വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഫർള് നമസ്കാരം തൻബീഹിൽ വന്നിട്ടുള്ള ഒരു ചോദ്യമാണ്. ഫർള് നമസ്കാരം, തറാവീഹ്, വിത്ർ പോലെയുള്ള സുന്നത്ത് നമസ്കാര ശേഷമുള്ള പ്രസംഗം സുന്നത്താണോ, അനുവദനീയമാണോ? പ്രിയമുള്ളവരെ, ദീനീപരമായ ഉത്ബോധനം, ജനങ്ങളെ തഖ്വ കൊണ്ട് ഉത്ബോധനം നടത്തുക, തഖ്വയെക്കുറിച്ച് ഉണർത്തുക, നന്മ കൽപ്പിക്കുക, തിന്മ വിരോധിക്കുക, അവസരോചിതമായിട്ടുള്ള നസീഹത്തുകൾ, സ്നേഹോപദേശങ്ങൾ നൽകുക, ഇതൊക്കെ ഏത് സമയത്തും ആകാവുന്നതാണ് എന്നാണ് നമ്മൾ അറിയേണ്ടത്. ഫർള് നമസ്കാരാനന്തരം പള്ളികളിലെ ഫർള് നമസ്കാരത്തിന് തടിച്ചു കൂടിയിട്ടുള്ള വന്നിട്ടുള്ള ആളുകൾ, ആ ആളുകൾക്ക് ചില കാര്യങ്ങൾ ചില സന്ദർഭത്തിൽ ഉണർത്തേണ്ടതായിട്ട്, അഥവാ ആയത്തും ഹദീസുകളുമൊക്കെ ഉദ്ധരിച്ചൊരു ഇസ്ലാമികമായിട്ടുള്ള ഒരു ഉത്ബോധനം നടത്തേണ്ടുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകും. അപ്പം അത് നടത്തുന്നതിന് വിരോധമില്ല. അത് തീർച്ചയായും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവർത്തനങ്ങളിൽ നമുക്ക് അങ്ങനെ കാണാൻ വേണ്ടി പറ്റും. സഹീഹുൽ ബുഖാരി, സഹീഹ് മുസ്ലിം പോലെയുള്ള ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ അത്തരം സംഭവങ്ങൾ വന്നിട്ടുണ്ട്. മഹാനായിട്ടുള്ള അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നും നിവേദനം ചെയ്യുന്ന ഒരു സംഭവം ഇമാം മുസ്ലിം തന്റെ സഹീഹിൽ കൊടുക്കുന്നുണ്ട്. അത് ഇപ്രകാരമാണ്: സ്വല്ലാ ബിനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ذات يوم فلما قضى الصلاة أقبل علينا بوجهه فقال أيها الناس إني إمامكم فلا تسبقوني بالركوع ولا بالسجود ولا بالقيام ولا بالانصراف فإني أراكم أمامي ومن خلفي. ثم قال والذي نفس محمد بيده لو رأيتم ما رأيت للحقتم قليلا ولبكيتم كثيرا. قالوا وما رأيت يا رسول الله؟ قال رأيت الجنة والنار. ഹദീസിന്റെ സാരമെന്ന് പറയുന്നത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഞങ്ങൾക്ക് ഇമാമായിട്ട് നമസ്കരിച്ചു. നമസ്കാരാനന്തരം റസൂലുള്ള ഞങ്ങളിലേക്ക് തിരിഞ്ഞിരുന്നു. അഖ്ബല അലൈനാ ബിവജ്ഹിഹി, അവിടുന്ന് ഞങ്ങളോട് അഭിമുഖമായി കൊണ്ട് ഇരുന്നു. എന്നിട്ട് ഫഖാൽ അയ്യുഹന്നാസ്, അവിടുന്ന് പറഞ്ഞു, അല്ലയോ ജനങ്ങളെ, ഇന്നി ഇമാമുക്കും, ഞാൻ നിങ്ങളുടെ ഇമാമാണ്. അതുകൊണ്ട് ഫലാ തസ്ബിഖൂനി ബിർറുകൂഇ വലാ ബിസ്സുജൂദി വലാ ബിൽ ഖിയാമി വലാ ബിൽ ഇൻസിറാഫ്. നിങ്ങൾ റുക്കൂ കൊണ്ടോ, സുജൂദ് കൊണ്ടോ, ഖിയാം കൊണ്ടോ, ഇൻസിറാഫ് കൊണ്ടോ, നമസ്കാരത്തിന് സലാം വീടല്, അങ്ങനെ സലാം വീടി പോകല്, ഇത്തരം കാര്യങ്ങൾ കൊണ്ടൊന്നും എന്നെ നിങ്ങൾ മുൻകടക്കരുത്, ഇമാമിനെ ഓവർടേക്ക് ചെയ്യരുത് എന്നർത്ഥം. ഇമാമിനെ പിൻപറ്റുകയാണ് വേണ്ടത് നമസ്കാരത്തിൽ. ഇമാമ് റുക്കൂയിലേക്ക് പോയാൽ നമ്മളും റുക്കൂയിലേക്ക് പോകുക, ഇമാമ് സുജൂദിലേക്ക് പോയാൽ തുടർ നമസ്കരിക്കുന്ന ആളുകളും സുജൂദിലേക്ക് പോകുക. അതല്ലാതെ ഇമാമിനെ മുൻകടക്കാൻ വേണ്ടി പാടുള്ളതല്ല. അതാണ് റസൂലുള്ള പറയുന്നത്. എന്നിട്ട് പറയുന്നു, ഫഇന്നി അറാകും അമാമി വമിൻ ഖൽഫി, ഞാൻ നിങ്ങളെ കാണുന്നു, എൻ്റെ മുന്നിൽ നിന്നും പിന്നിൽ നിന്നും നിങ്ങളെ കാണുന്നു. സുമ്മക്കാൽ, എന്നിട്ട് റസൂലുള്ള പറയാണ്, വല്ലദീ നഫ്സു മുഹമ്മദിൻ ബിയദി, എൻ്റെ ആത്മാവ് ഏതൊരുവന്റെ കയ്യിലാണോ അവൻ തന്നെയാണ് സത്യം. ലൗ റഅയ്തും മാ റഅയ്തു ലലഹിഖ്തും ഖലീലാ വലബകൈതും കസീറാ, ഞാൻ കണ്ടത് നിങ്ങൾ കണ്ടിരുന്നുവെങ്കിൽ നിങ്ങൾ അല്പം മാത്രം ചിരിക്കുകയും ധാരാളം കരയുകയും ചെയ്യുമായിരുന്നു. ഖാലു, സ്വഹാബത്ത് പറഞ്ഞു, വമാ റഅയ്ത യാ റസൂലല്ലാഹ്,
അള്ളാഹുവിന്റെ ദൂതരെ എന്താണ് അങ്ങ് കണ്ടത്? ഖാല റസൂലുള്ള പറഞ്ഞു, റഅയ്തുൽ ജന്നത വന്നാർ, ഞാൻ സ്വർഗവും നരകവുമാണ് കണ്ടത്. അവ ഈ ഉത്ബോധനം നമസ്കാര ശേഷമാണ്, നമസ്കാരം കഴിഞ്ഞ ഉടനെയാണ് ഇത് നിർവഹിക്കുന്നത്. മറ്റൊരു ഹദീസ് ഇമാം ബുഖാരിയും മുസ്ലിമും ഏകോപിച്ചുദ്ധരിക്കുന്ന സംഭവമാണ്, പ്രസിദ്ധമാണ്. ഖാലിദുൽ ജുഹനി റളിയല്ലാഹു തആല അൻഹു നിവേദനം ചെയ്യുകയാണ്, സ്വല്ലാ ലനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വലാത്ത സുബ്ഹി ബിൽ ഹുദൈബിയ്യ അലാ ഇത്രി സമാഇ കാനത് മിനൽ ലൈല. അതായത് ഹുദൈബിയയിൽ വെച്ചിട്ട് ഒരു ദിവസം സുബഹ് നമസ്കാരം റസൂലുള്ള ഞങ്ങൾക്ക് ഇമാമായിട്ട് നമസ്കരിക്കാൻ, ആ രാത്രിയിലാകട്ടെ മഴ ഉണ്ടായിരുന്നു. അങ്ങനെ ഫലമ്മൻ സ്വറഫ, നമസ്കാരാനന്തരം, നമസ്കാരം കഴിഞ്ഞപ്പോൾ അഖ്ബല അലന്നാസ്, ജനങ്ങളിലേക്ക് അഭിമുഖമായി പ്രവാചകൻ. ഫഖാൽ, എന്നിട്ട് പറഞ്ഞു, ഹൽ തദറൂന മാദാ ഖാല റബ്ബുക്കും, നിങ്ങൾക്കറിയുമോ നിങ്ങളുടെ റബ്ബ് എന്താണ് പറഞ്ഞിട്ടുള്ളതെന്ന്? ഖാലു, അവര് പറഞ്ഞു, അല്ലാഹു വറസൂലുഹു അഅലം, അല്ലാഹുവും റസൂലുമാണത് കൂടുതൽ അറിയുക. ഖാല, അപ്പോൾ നബി പറയാണ്, അസ്ബഹ മിൻ ഇബാദി മുഅ്മിനും ബി വകാഫിറുൻ. അതായത് അല്ലാഹു തആല പറഞ്ഞതായിട്ട് നബി പറയാണ്, എൻ്റെ അസ്ബഹ മിൻ ഇബാദി, എൻ്റെ ദാസന്മാരിൽ ചിലർ ആയി തീർന്നിട്ടുണ്ട്, മുഅ്മിനും ബി വകാഫിറുൻ, എന്നിൽ വിശ്വസിക്കുന്നവരും എന്നിൽ അവിശ്വസിക്കുന്നവരും ആയിട്ടുണ്ട് എന്നാണ്. എന്താണ്? ഫഅമ്മാ മൻ ഖാല മുതിർനാ ബിഫളില്ലാഹി വറഹ്മതിഹി ഫദാലിക മുഅ്മിനും ബി വകാഫിറുൻ ബിൽ കൗകബ്. അതായത് അള്ളാഹുവിന്റെ ഔദാര്യം കൊണ്ട്, അള്ളാഹുവിന്റെ കരുണ കൊണ്ട് മഴ വർഷിച്ചു എന്ന് പറഞ്ഞവർ എന്നിൽ വിശ്വസിക്കുകയും നക്ഷത്രഫലത്തിൽ അവിശ്വസിക്കുകയും ചെയ്തിട്ടുള്ള ആളുകളാണ്. വഅമ്മാ മൻ ഖാല ബിനൗഇ കദാ വകദാ ഫദാലിക കാഫിറുൻ ബി വമുഅ്മിനും ബിൽ കൗകബ്. എന്നാൽ ഞാറ്റുവേല കാരണമാണ് മഴ വർഷിച്ചത് എന്ന് പറയുന്ന ആളുകൾ, അവർ എന്നിൽ അവിശ്വസിക്കുന്നവരും അതോടൊപ്പം നക്ഷത്ര ഫലങ്ങളിൽ വിശ്വസിക്കുന്നവരുമാകുന്നു. അപ്പൊ ഇതൊക്കെ റസൂലുള്ള നമസ്കാരാനന്തര പറയുന്നത്. അപ്പൊ അവസരോചിതമായിട്ടുള്ള ഉത്ബോധനങ്ങൾ നിർവഹിക്കാൻ ഇസ്ലാമിൽ മാതൃകയുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുക. പക്ഷേ എപ്പോഴും ഇതിങ്ങനെ നിർവഹിക്കണമെന്നില്ല, അത് അവസരത്തിനനുസൃതമായിക്കൊണ്ട്. എന്ന് മാത്രമല്ല, ദീർഘമായ ഉത്ബോധനവും ശരിയല്ല. പ്രവാചകൻ ഹ്രസ്വ സന്ദേശങ്ങളാണ് നൽകിയിട്ടുള്ളത്. ലഘുവായിട്ടുള്ള വിശദീകരണമാണ് റസൂലുള്ള നൽകിയിട്ടുള്ളത്. അപ്പം അതുകൊണ്ട് സംക്ഷിപ്തമായിട്ട് ഉത്ബോധനങ്ങൾ നൽകിയാലുള്ള ഒരു ഗുണമെന്ന് പറയുന്നത്, ദിക്റുകൾ പൂർത്തീകരിക്കുവാനും പ്രാർത്ഥനകൾ നിർവഹിക്കാനുമുള്ള ആളുകൾക്ക് ഈ ഉത്ബോധനം കഴിഞ്ഞാൽ അത് നിർവഹിക്കാവുന്നതാണ്. എന്ന് മാത്രമല്ല, സുന്നത്ത് നമസ്കാരങ്ങൾ നിർവഹിക്കാനുള്ള ആളുകളുണ്ടാകും. വീട്ടിൽ പോയാണ് സുന്നത്ത് നിർവഹിക്കേണ്ടത്. പക്ഷേ വീട്ടിൽ പോയി സുന്നത്ത് നമസ്കരിക്കാൻ കഴിയാതെ, അതിന് സമയമില്ലാതെ പള്ളിയിൽ നിന്ന് തന്നെ സുന്നത്ത് നമസ്കരിച്ച് ജോലിക്ക് പോകേണ്ട ആളുകളുണ്ടാകും. കടയിൽ ജോലിയിൽ ചെയ്യുന്ന ആളുകളുണ്ടാകും. ഓഫീസുകളിൽ ജോലി ചെയ്യുന്ന ആളുകളുണ്ടാകും. അതുകൊണ്ട് ഫറള് നമസ്കാരാനന്തരമാകട്ടെ, തറാവീഹ് നമസ്കാരമാകട്ടെ, അതിനുശേഷം നടത്തുന്ന ഉത്ബോധനം അത് ഹ്രസ്വമാക്കുക. അപ്പോ ചുരുക്കത്തിൽ പറയുവാനുള്ളത്, ഇത് ഇസ്ലാമില് പ്രവാചകന്റെ മാതൃകയുണ്ട് എന്നാണ് നമുക്ക് പറയാനുള്ളത്. അല്ലാഹു